പ്രിയപ്പെട്ടവരെ, സമഭാവനയുടെ സന്ദേശവുമായി ഓണത്തെ വരവേൽക്കാൻ നമ്മുടെ നാട്ടിലെ 3 വീട്ടമ്മമാർ നടത്തുന്ന ചെണ്ടുമല്ലി കൃഷിത്തോട്ടത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിമനോഹരമായ ആ തോട്ടം നമുക്കൊന്ന് സന്ദർശിക്കാം. ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ പൂവ് കൊണ്ടുവരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലാണ്. പക്ഷേ എന്നാൽ നമ്മുടെ ഈ കൂട്ടായ്മയിൽ കൂടി തൃശ്ശൂർ കൗൺസിലറടക്കം നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഈ പൂക്കൃഷി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പൂക്കൃഷി നടത്തുന്ന ആ തോട്ടത്തിലേക്കൊന്ന് നോക്കാം. അതിൻ്റെ മനോഹരിത നമുക്കൊന്ന്. ഓണത്തെ വരവേൽക്കാൻ ചെണ്ടുമല്ലിപ്പൂക്കൾ. മരത്താക്കരയിൽ കൃഷിഭവന്റെ സഹായത്താൽ കൃഷി ഇറക്കിയ ചെണ്ടുമല്ലികൾ പൂത്തു. അത്തം നാൾ മുതൽ പൂക്കൾ പറിച്ചു തുടങ്ങി. തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ ശ്യാമള വേണുഗോപാലും വീട്ടമ്മമാരായ ഓമന രാമകൃഷ്ണനും ചന്ദ്രിക ഷാജിയും ഒപ്പം ചേർന്നതോടെ ഒരു നാടിന് പൂക്കളമിടാൻ പൂന്തോട്ടമൊരുങ്ങി. പലപ്പോഴും അന്യദേശ പൂക്കൾ വാങ്ങിയവർ ഈ പ്രാവശ്യം സ്വന്തമായി കൃഷി ചെയ്ത പൂക്കൾ ഉപയോഗിക്കുകയും വിപണനം നടത്തുകയും ചെയ്തു വരുന്നു. നല്ല ഭംഗിയും കളറുമുള്ള ചെണ്ടുമല്ലിപ്പൂക്കൾ തേടി ആളുകൾ എത്തുന്നു. പൂക്കളുടെ വിലക്കയറ്റം തടയാൻ ചെറിയ കിറ്റുകളായി വരുന്നവർക്ക് ചെറിയ വിലയ്ക്ക് കൊടുത്തു വരുന്നു. പൂക്കളുടെ സൗന്ദര്യം നുകരാൻ കൊച്ചു ബാലികാ ബാലന്മാരും ഉദ്യാനത്തിൽ നിത്യ സന്ദർശകരായിട്ടുണ്ട്. അത്തം മുതൽ തിരുവോണം വരെ പൂക്കൾ വിപണിയുണ്ടാകുമെന്ന് കൗൺസിലർ പറഞ്ഞു. ലാഭകരമല്ലെങ്കിലും ചെണ്ടുമല്ലി കൃഷി പരിപാലനം മാനസിക ഉല്ലാസം നൽകുന്നതാണെന്ന് കൃഷിക്കാർ അഭിപ്രായപ്പെട്ടു. ഒരുമയോടെ ഒപ്പം നിന്നാൽ ഒരു മുറം പൂക്കളും പച്ചക്കറികളും. സമൃദ്ധിയോടെ ചെണ്ടുമല്ലി കൃഷിയോടൊപ്പം തക്കാളി, വഴുതന, വെണ്ട തുടങ്ങിയ പച്ചക്കറികളും ഇടവിള കൃഷിയായി ചെയ്തു വരുന്നു. വിഷരഹിതമായ പച്ചക്കറികളും. കൃഷിസ്ഥലത്ത് നിന്ന് നേരിട്ട് വന്നാൽ മനം നിറയെ പൂക്കളും പച്ചക്കറികളും വാങ്ങാം. സന്തോഷമല്ലേ കൃഷി? ലാഭത്തിനെക്കാട്ടും കൂടുതൽ മാനസിക സന്തോഷം ഉണ്ടല്ലോ. ഇല്ല, എന്നാലും നമ്മുടെ സന്തോഷം എല്ലാതും കാണുമ്പോൾ പച്ചക്കറി നമുക്ക് തന്നെ നമ്മൾ വിളവെടുത്തത് നമ്മൾ തന്നെ കഴിക്കാന്ന് പറയുമ്പോൾ അതൊരു സന്തോഷം അത്ര തന്നെ. അപ്പോൾ കൗൺസിലറും സുഹൃത്തുക്കളും കൂട്ടുകാരും കൂടി ഈ ഓണത്തിന് പൂക്കൃഷി ചെയ്ത് വിളവെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്ര തിരക്ക് പിടിച്ച ഈ കൗൺസിലർ ഇത്തരം കൃഷി രീതിയിലേക്ക് മാറാനുള്ള ഒരു പ്രചോദനം എന്താ? കൃഷി എന്ന് പറഞ്ഞാൽ എനിക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ആ കോവിഡിൻ്റെ സമയത്ത് തുടങ്ങിയൊരിതാണ്. ഇത് സ്ഥലം 2 കൂട്ടരുടെ സ്ഥലമാണ്. അവർ നമുക്ക് സ്ഥലം തന്നു, നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ നിലയിലാണ് നമ്മൾ ഇവിടെ തുടങ്ങിയത്. നമ്മൾ ഏറ്റവും കൂടുതൽ മലയാളികൾ അന്യസംസ്ഥാന പൂക്കളാണ് ഇപ്പോൾ വരവേറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പ്രദേശത്തേക്ക് ആവശ്യമായ പൂക്കൾ ഇപ്രാവശ്യം കൊടുക്കും? ഇപ്രാവശ്യം ഇത് ഓൺലൈനിൽ കൊടുക്കും. അത്യാവശ്യം ഞങ്ങൾക്ക് പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. പൂവിന് എങ്ങനെ വിലയൊക്കെ? പൊതു മാർക്കറ്റിലേക്ക് വില കുറവല്ലേ കൊടുക്കണേ? കിറ്റിന് 50 രൂപ. കിറ്റിന് 50 രൂപ. ചെറിയ കിറ്റിന് 50, വലിയ കിറ്റിന് 100. ഞങ്ങൾ 3 ആൾ കൂടിയിട്ടുള്ള കൃഷിയിനിത് കോവിഡിൻ്റെ സമയത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ തുടങ്ങിയ കൃഷിയിൽ പൂക്കൃഷിയുണ്ട്, പച്ചക്കറി കൃഷിയുണ്ട്. ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് തന്നെ ഞങ്ങൾ എടുക്കണം. ഇപ്പോൾ പൂക്കൃഷി ഞങ്ങൾ ആദ്യത്തെ പ്രാവശ്യം നട്ട പൂക്കൃഷി ആർക്കും കൊടുത്തില്ല, ഞങ്ങൾ തന്നെ എടുത്തു.
ഇപ്പോൾ നമ്മൾ എല്ലാവർക്കും കൊടുക്കാന്നുള്ള നിലയിൽ അധികം കൃഷി ചെയ്ത് ഇപ്പോൾ നമ്മൾ വിൽപ്പനയ്ക്ക് തയ്യാറാക്കി. ഇന്നലെ ഇവിടെ സനൂപ് മെമ്പറാണ് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തത്. നമ്മൾ എൻ്റെ മക്കളുടെ വീടിൻ്റെ അടുത്തുള്ള പ്രദേശമായ കാരണം മക്കളവിടെ വരുമ്പോൾ ഞാൻ അതിൻ്റെ ഇവരെ കൂടി ഞങ്ങൾ മൂന്നാളും കൂടി കൃഷി ചെയ്ത് പരിപാടി നടത്തുന്നതാണ്. വേറെ ഇനിയിപ്പോൾ